അതെ. അമ്മ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടി ഏതാന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ടോ. ഇപ്പൊ എന്തോരം സാധനം മേടിച്ചേക്കണം. എന്നതൊക്കെയാണോ ആർക്കാം കുറെ ഏതാണ്ടൊക്കെ ഉണ്ട്. എന്നതൊക്കെയാണോ കിളിങ്ങണ്ട് കിടി കിടുമെന്നൊക്കെ കേൾക്കണ്ടല്ലോ. പതിവ് ഞാൻ പറഞ്ഞതാട്ടോ. ഇനിയിപ്പോ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ. ഇത് മനസ്സിലായി. നല്ല മണം. അതിലേക്ക് ഒരു കണ്ണൊന്ന് പാറിയായിരുന്നില്ല. എന്നാ കിട്ടിയിട്ടില്ല. കൺസിസ്റ്റന്റ് ഫോർ ഇയേഴ്സ്. അതെന്തിനാന്നറിയോ, അമ്മ എന്നെ ഈ നട്ടപ്പാതിരിക്ക് ചെയ്തോണ്ട് നിൽക്കണേ. അത് നമ്മള് പോണ പരിസരമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ പിന്നെ പോകുമ്പോ ആ റൂട്ട് മനസ്സിലാവും. പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നെന്റെ അമ്മ പഴം പുഴുങ്ങിയതൊക്കെ. പക്ഷെ പഴം ഗുണമില്ല. ഞാൻ വിചാരിച്ച അമ്മ പതിവില്ലാതെ തന്നെ ഈ പഴം പുഴുങ്ങിയത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല വൈകുന്നേരം വെച്ചേക്കണെന്നോ. പഴം പഴുത്തിട്ടില്ല. ഒരു സുഖയില്ല. അത് കാരണം അവല് നനച്ചതുണ്ടല്ലേ. ഇത് നമ്മുടെ കോട്ടപ്പടിയിലെ അമ്മായിയുടെ മെത്തേഡാണോ? അവല് നനച്ചതല്ല, അവല് വിളയിച്ചത്. ഫോർക്ക് വേണ്ടവർക്ക് ഫോർക്ക് എടുക്കാട്ടോ. എടുക്കാൻ വലിയ പ്ലേറ്റ് തരാതായിരിക്കും നല്ലത്. ഞാൻ കഴിച്ചാ പോണം. അപ്പ എന്നാ അതിന്റെ കൂടെ ചിങ്ങമ്പഴം എടുക്കണേ. അതിനിച്ചിരി സോഫ്റ്റ്നെസ് കുറവാണ്. പക്ഷെ ഏത്തപ്പഴം പുഴുങ്ങിയതാ എന്റെ കൂടെ കോമ്പിനേഷൻ കേട്ടോ. നല്ല പഴമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു, കഴിക്കാം. അപ്പ കുരു അരിഞ്ഞരിഞ്ഞ് എടുക്കും ഇനി. ഇന്ന് അമ്മ എന്നാ പതിവില്ലാതെ അവല് വിളയിച്ചത് ഉണ്ടാക്കാൻ കാര്യം. അവല് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് നമുക്ക്. കണ്ട അപ്പൊ കുരുകുരാന്നരിയണേ. ഒരു പഴം മതിയായിരുന്നു അപ്പ. ദേ ഞാൻ എങ്ങനെയാണ് അപ്പോൾ ഇത് ഫോർക്ക് വെച്ചിട്ട് നമുക്ക് കുഴയ്ക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഒരു കറുത്ത നിറമൊക്കെ ഉണ്ട് ഇതിനകത്ത്, എന്താണെന്നറിയില്ല. ഫോർക്ക് വെച്ചെങ്കിൽ ഈസി ആയിട്ട് കുഴയ്ക്കാം. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. കൈ ഉപയോഗിക്കുകയേ വേണ്ട, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പുറത്തെ കയ്യിൽ ഞാൻ ഫോൺ പിടിച്ചേക്കുകയാണ്. ഞാൻ എപ്പോഴും ഇത് ഫോർക്ക് കൊണ്ടാണ് കുഴയ്ക്കാറ്. പഴുപ്പ് കുറവുണ്ട് ഉണ്ടോ, അതുകൊണ്ട് ഇത്തിരി ബലം നമ്മൾ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നല്ല പഴുത്തതാണെങ്കിൽ ഉണ്ടല്ലോ ഇത്ര ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതെ. അപ്പ അതിൻ്റെ മുകളിലേക്കാണ് ഇടുന്നത്. ഞാനും അതുപോലെ തന്നെ എടുക്കണേ. അപ്പയ്ക്ക് അവല് നനച്ചതാണോ ഇഷ്ടം വിളയിച്ചതാണോ ഇഷ്ടം? ഏതിനാ ഇഷ്ടം കൂടുതൽ? വിളയിച്ചതാണോ? പാനി ആക്കണോണ്ടായിരിക്കും അല്ലേ. സിറപ്പ് പാനി ആക്കണോണ്ട് അതിനാണ് രുചി. അപ്പയുടെ പഴം അരിഞ്ഞിട്ടേക്കണ പഴം കണ്ട കുരുകുരാന്നിരിക്കുന്നു, നല്ല രസം. അതുകൊണ്ട് പിന്നെ ഈ വിളയിക്കുന്നതിന് നെയ്യൊക്കെ ചേർക്കും. നല്ല ടേസ്റ്റായി മാറും. കോട്ടപ്പടിയിലെ അമ്മായിയുടെ സ്റ്റൈലാ. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് ഈ പഴം ശരിക്കും അങ്ങോട്ട് എന്തോ വെറുവെറുന്നിരിക്കണം. പഴുക്കാത്തോണ്ടാ. കുഴപ്പമില്ല, പക്ഷെ നന്നായിട്ട് വേവണം, എന്നാലാണ് ഇതിൻ്റെ കൂടെ ആ ഒരു കോമ്പിനേഷൻ വരുള്ളൂ. കണ്ടോ? ഇതാ ഇനി ഇത് ശരിക്കും അങ്ങ് ബ്ലെൻഡായി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇങ്ങനെ കോരി എടുക്കുമ്പോൾ അങ്ങ് വരും. ഇനി അങ്ങ് കഴിക്കുവാണ്. നല്ല നെയ്യുടെ ഒക്കെ സ്വാദുണ്ട്. അവല് വായിലേക്ക് വെക്കുമ്പോൾ തന്നെ നെയ്യുടെ സ്വാദ് ആദ്യം വരണത്. പഴവും കൂടെ അടിപൊളിയായിരുന്നെങ്കിൽ സൂപ്പറായന. അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട്. ഞാൻ ഇത്രയും ഇതാണെന്ന് അറിഞ്ഞാലും പുഴുങ്ങൂലായിരുന്നു. പച്ചപ്പഴം എടുത്താൽ മതിയായിരുന്നു. അതെ എടുത്തോ. അവയിൽ എനിക്ക് വെച്ചിട്ടുണ്ടാവില്ല.
നിങ്ങൾ എല്ലാവരും ചായ കുടിച്ചോ? നിങ്ങൾ വീഡിയോ കാണുന്ന ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഊണ് കഴിച്ചോന്നായിരിക്കും ചോദിക്കണ്ടേ. ഞങ്ങൾ വൈകുന്നേരത്തെ സ്നാക്സ് കഴിക്കുന്ന ടൈമാണ്. ഉറുമ്പ് ദേ ഫോണിൽ കൂടെ ഓടി നടക്കണം. മധുരത്തിന്റെ മണം അടിച്ചിട്ടാ. ആ നെയ്യും ഇല്ലേ പിന്നെ. അപ്പയുടെ ഓൾ ടൈം ഫേവറേറ്റ് പതയില്ലാത്ത കാപ്പി. ഒരു തരി പത പോലും പാടില്ല. അപ്പയ്ക്ക് പത പാടില്ല. എനിക്ക് പിന്നെ അങ്ങനെ നിർബന്ധമില്ല. എന്നാലും പതയുള്ളത് കാണുന്നതാണ് ഒരു സുഖം, ഒരു രസം, ഒരു ഫീലൊക്കെ കിട്ടണമെങ്കിൽ. നല്ല ചൂട് കാപ്പി, തണുത്ത ദിവസമാണ് കേട്ടോ ഒന്ന് ഫുള്ള്. സാരി പോലും മാറാണ്ട് അമ്മ കാപ്പി പതക്കണേ. എനിക്കിഷ്ടമല്ല സാരി വിട്ടൊന്ന് ചെയ്യുന്ന ഇഷ്ടത്തിന് സംഗതി ഉള്ളതുകൊണ്ട്. അതെ, അമ്മ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടി ഏതാന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റന്റ് കാണിച്ചു തരാം. പുതിയ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടത് കാണിക്കാം. അപ്പൊ അതൊന്ന് കാണിക്കാം. ബാക്കിയൊക്കെ സാധാരണ പോലെ കേട്ടോ. കാപ്പിപ്പൊടിയും പഞ്ചസാരയും കപ്പിൽ ഇട്ട് വെക്കും, എന്നിട്ട് അതിലേക്ക് പാല് തിളപ്പിച്ച് അങ്ങ് ഒഴിക്കും. എന്റെ കാപ്പി എന്റെ കാപ്പി കാണിച്ചു തരാം. ഇതാണ് നമ്മൾ മേടിക്കുന്ന ബ്രൂ ഇൻസ്റ്റന്റ് കോഫി, സൂപ്പർ സ്ട്രോങ് ഇൻസ്റ്റന്റ് പൊടിയാണ്. ഒരു അല്ലേ ഒരു 200 ഗ്രാമിന് 225 രൂപയാണ് ഒരു പാക്കറ്റിന്റെ വില അല്ലേ? ഇതിലുണ്ട്. ശരി കേട്ടോ, കടകളിൽ ഇങ്ങനെ വന്ന് കാണാറുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ചോദിച്ച വ്യക്തികൾക്ക് വേണ്ടി കേട്ടോ കാണിച്ചത്. ഓക്കെ ഓക്കെ, നീ ഈ കാപ്പി അങ്ങ് കുടിക്കട്ടെ. കഥയുള്ള കാപ്പി കാണുമ്പോ എനിക്കൊരു പ്രത്യേക വൈബാട്ടോ. മഴയൊക്കെ പ്രമാണിച്ച് അമ്മ ഉണ്ടാക്കിയതാട്ടോ റിബൺ പക്കാവട. നല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാ. നല്ല ടേസ്റ്റ് ആയിരുന്നു. വീഡിയോ ചെയ്യാട്ടോ. മഴയത്ത് കുറിക്കാൻ നല്ലതാണ്. അതേ കണ്ടോ, മേടിച്ച പോലെ തന്നെ ഉണ്ട്. മഴയൊക്കെ പെയ്യുമ്പോ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കറുമുറ കുറയ്ക്കാനാണ് ഇൻട്രസ്റ്റ് കൂടുതൽ അല്ലേ? അതെല്ലാവർക്കും അങ്ങനെയായിരിക്കുമല്ലോ. എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടം സൂപ്പ് കഴിക്കാനാ. എനിക്ക് കുറിക്കുന്ന സാധനങ്ങളെ ഇഷ്ടം. നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് കമന്റ് ചെയ്യേ. ഏതിലാ? അതിലുണ്ട്. ഇപ്പൊ എന്തോരം സാധനം മേടിച്ചേക്കണം. അതൊക്കെ സിമ്പിൾ ഗ്രോസറീസ് ആണ്, ആണോ? പക്ഷെ എല്ലാം ആവശ്യമുള്ള സാധനങ്ങളാ. ആവശ്യമുള്ളതാണ് കൊണ്ടുവരാറ് കൂടുതൽ. ഇനിയിപ്പൊ അമ്മ നോക്കിയിട്ട് പറയൂ ആവശ്യമുള്ളതാണോ ഇല്ലയോന്ന്. ആവശ്യമില്ലാത്തതാണെങ്കിൽ ഞാനൊന്നും പറയാനില്ല. ഇപ്പൊ എന്നാ ഞാനിവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരുന്നു. കുറെ കൊണ്ടൊക്കെ ഉണ്ട്. കിളിങ്ങണ്ട് കിടുകിടൂന്നൊക്കെ കേക്കണ്ടല്ലോ. ഇത് പിടികിട്ടില്ല. ഇതൊന്ന് ഇച്ചിരി നീക്കി വെക്കോ, വിഷൻ കാണുന്നില്ല. കാണാവോ? കാണാം കാണാം. ഇതെനിക്ക് മനസ്സിലായി. പറഞ്ഞ നിവിയയുടെ സംഭവം ഞങ്ങൾക്കുള്ളത്. അത് തന്നെ. അത് ഭയങ്കര ലാഭത്തിന് കിട്ടിട്ടോ. അത് ആമസോൺ ഫ്രഷീന്നാ ഞാൻ മേടിച്ചത്. അപ്പോൾ നല്ല ലാഭത്തിന് കിട്ടി. ഒരെണ്ണം ഇൻഡിവിജ്വൽ ബോട്ടിലിന് എനിക്ക് ശരിക്കും ആയത് 142 രൂപയായുള്ളൂ. ഒറിജിനൽ പ്രൈസ് എത്രയാണെന്നറിയോ? 285 രൂപ. നേരത്തെ ഇത് 3 എണ്ണം ഒന്നിച്ച് മേടിച്ചപ്പോൾ ഓഫറിനല്ലേ? അതെ അതെ. നിവ്യ അമ്മ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാനും അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതാ എടുക്കാറ്. ഈ ഒരു ഫ്രഷ് നാച്ചുറൽ എന്ന് പറഞ്ഞതാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് നാളായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇത് എപ്പോഴും ഓഫർ വരുമ്പോ ഇങ്ങനെ മേടിച്ച് വെക്കും. അപ്പൊ അതേപോലെ 3 എണ്ണമായിട്ടാ പക്ഷെ മേടിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഡെലിവറി ചാർജും അത് ഇതൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് അത്രയും ലാഭത്തിന് കിട്ടിയപ്പോ പിന്നെ ഞാൻ 3 എണ്ണം മേടിച്ചു. 3 എണ്ണത്തിന്റെ റേറ്റ് പറഞ്ഞായിരുന്നു. 426 കണ്ടു. 3 എണ്ണം അതാ. അടുത്തതാ. എനിക്കുള്ള കുപ്പി കോക്കനട്ട് വാട്ടർ കുടിച്ചു കഴിഞ്ഞ കുപ്പിയാ. അമ്മയ്ക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, കഴുകിയിട്ട്. അതെ അതെ, കോക്കനട്ട് വാട്ടർ വെച്ചേക്കാം. എനിക്ക് കുപ്പി ഒരു വീക്ക്നെസ്സാ. അതെ അതെ അതെ, കാലിക്കുപ്പിയൊക്കെയാണ് അമ്മ എടുക്കുന്നത്.
അത് കോക്കനട്ട് മിൽക്ക് പൗഡർ. ആ ഉവ്വ മനസ്സിലായി. തേങ്ങാപ്പാലിനുള്ള അതെ 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 പൗഡർ ആയിട്ടാ അല്ലേ? പൗഡറാ. പൗഡറാ നല്ലത്. അത് എമർജൻസി വരുമ്പോഴേ അതിനാന്ന് വെച്ചാൽ തേങ്ങ ചിരണ്ടിപ്പിഴിഞ്ഞ് എടുക്കാറുണ്ട്. പക്ഷെ ചില വൈകിട്ടൊക്കെ ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റ് എന്തെങ്കിലും കറികൾ വെച്ച് കഴിഞ്ഞേച്ച് ഒരു ചിലപ്പം 2 സ്പൂൺ തേങ്ങാപ്പാലൊക്കെ ചേർക്കേണ്ടതായ ചില ഐറ്റംസിന് വേണ്ടി വരുമ്പോൾ പിന്നെ ആകുമ്പോഴത്തേക്കും രാത്രി 7, 7:30, 8:30 ആയിക്കണം. അങ്ങനെ പിന്നെ ചിരണ്ടി പിഴിയാൻ മടിയാന്ന് പറയുമ്പോൾ ഇവിടെ നാളെ എന്നോട് പറഞ്ഞു. പല പ്രാവശ്യം ഞങ്ങൾ മേടിച്ചിട്ടുള്ളതാട്ടോ. ഇത് KLF-ന്റെ അല്ലേ? നമ്മൾ ഇന്നാളെ നീ മേടിച്ച മാഗിയുടെ 2 പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. അങ്ങനെ എമർജൻസിക്ക് വേണ്ടി മേടിക്കണം കേട്ടോ. എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ അല്ല? ടൈം ഉണ്ടല്ലോ. എക്സ്പയറി ഡേറ്റ് എന്തായാലും ഉണ്ടാകും. ഞാൻ ലോങ് ആണോ എന്നറിയാൻ ചോദിച്ചത്. അപ്പോൾ എമർജൻസി വരുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെക്കാറാ പതിവ്. പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ബർത്ത് ഷെൽഫിൽ ഇങ്ങനെ വെച്ചേക്കോട്ടോ. അങ്ങനെയാണ് എൻ്റെ പതിവ്. ഞാൻ പറഞ്ഞതാട്ടോ. ഇനിയിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇനി അടുത്തെടുക്കട്ടെ. മടി വിചാരിക്കണ്ട, ഇങ്ങനെ എടുക്കാം. ഇത് മനസ്സിലായി. നല്ല മണം മല്ലിക. ഇന്ന് എത്തണോ? അത് ഒരെണ്ണേ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഒരെണ്ണത്തിന് എനിക്ക് അങ്ങനെ 10-25 രൂപ കൂടുതൽ വരുന്നുണ്ട്. വരും. അപ്പൊ ഇന്നാള് 3 മല്ലിക ഇവിടെ അന്ന് മേടിച്ചില്ലേ? നല്ല കാണിച്ചില്ലേ? ഒരെണ്ണം പഴുക്കാതെ ചെത്തിയത്. പിറ്റേ ദിവസം അമ്മാച്ചനും അമ്മായി, എന്റെ ആങ്ങളെയും ഭാര്യയും 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന അമ്മാച്ചനും അമ്മായിയും വന്നപ്പോ ഞാൻ ഒരെണ്ണം, അവിടെ മല്ലിക മാവുണ്ട്, പക്ഷെ അവിടുത്തെ മാവ് വെട്ടിന്ന്. അയ്യോ, എന്നാന്നോ വർഷങ്ങളായിട്ട് കായ്ക്കണില്ല. അത് വെട്ടി വേറെ ഏതോ മാവ് വെക്കാൻ പോവാ. ഫ്രണ്ടിൽ നിന്ന മല്ലിക വെട്ടിന്ന് പറഞ്ഞു. അപ്പൊ അവര് വന്നപ്പോ ഒരെണ്ണം ചെത്തി. അപ്പൊ പറഞ്ഞു എന്തൊരു മധുരാന്ന്. അവിടെ ഓൾറെഡി ഉണ്ടായി മാങ്ങ നമുക്ക് തന്നതാ. പക്ഷെ 1-2 പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ആ മാവിൽ ഉണ്ടാവണില്ല. നല്ല മണം. നാളെ ചെത്തിയാ മതി. നാളെ മതി മല്ലിക. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാമ്പഴ വെറൈറ്റി ഏതാന്ന് പറയണേ. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മല്ലികയാണ്. പിന്നെ അൽഫോൺസോ ഉണ്ട്. എല്ലാം തന്നെ എനിക്ക് ഇഷ്ടാട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതൊന്നൊന്നുമില്ല. നെടിശാല, ജഹാംഗീർ. ഇത് ഫേവറേറ്റ് കൂവ. ഇത് നീലയാണോ? അല്ല, ഇത് വെള്ളയാ. ബിലാത്തി കൂവ. ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് വരുത്തിയതാ. ഇതെന്നാ അമ്മ നോക്കാത്ത? അതാ ഞാൻ എടുത്തു വെച്ചു. അതിലേക്ക് ഒരു കണ്ണൊന്നും പാറിയായിരുന്നില്ല. കിട്ടിയില്ല. സംഭവം ഇതാണ്. ഓ, ഇത് അപ്പയുടെ സാധന. അപ്പയ്ക്ക് പഴക്ക് സന്തോഷാവും. ഇപ്പൊ തന്നെ ചെയ്യാൻ പോണെന്നറിയുമോ? ഇപ്പൊ തന്നെ കട്ട് ചെയ്യും. കട്ട് ചെയ്തേച്ച് ആ കണ്ടെയ്നറുകളിലൊക്കെ ആക്കി വേണ്ടതുപോലെ വെച്ചോളും. അത് മുറിയിലെ ഷെൽഫിൽ ഒരു കണ്ടെയ്നർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് അപ്പൊ ഇട്ട് വെക്കണത്. ലൈഫ് ബോയ് പഴക്കായിട്ട് അപ്പൊ വർഷങ്ങളായിട്ട് ഉപയോഗിക്കണം കേട്ടോ. മെഗാ പാക്ക് ഓഫ് 7. അപ്പൊ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഓർഡിനറി ലൈഫ് ബോയ് ആണ്. പിന്നെ ലൈഫ് ബോയുടെ സ്മെല്ലുള്ള ഓരോ ഇത് വന്നു തുടങ്ങിയില്ല. അന്നേരാണ് അപ്പൊ അതിലേക്ക് തിരിഞ്ഞത് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് അമ്മ ഇച്ചിരി കേമത്തിലുള്ളതൊക്കെയാ. ലെക്സ് മുതൽ ഉപയോഗിക്കും. പലതും ഉപയോഗിക്കും. സ്മെല്ലുള്ളത് എനിക്ക് ഇഷ്ടം സോപ്പ. ഇതിന് സ്മെല്ലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അപ്പ ചോദിക്കാം, നിനക്ക് ഇതിന് സ്മെല്ലുള്ള ലൈഫ് ബോയ് അല്ലേ ഇത് ഉപയോഗിക്കാൻ മേലെന്ന. പക്ഷെ എനിക്ക് എല്ലാവർക്കും ഒരേ രീതികളില്ല. ഞാൻ ലെക്സ്, ലിറിലില്ലേ പണ്ടത്തെ ലിറില്, ചന്ദ്രിക, ഇങ്ങനെ പലതും മാറി ഇന്നതൊന്നൊന്നുമില്ല. അതിന്റെ ഇടയ്ക്ക് പിയേഴ്സ് കൊടുക്കും. കാരണം മകള് പിയേഴ്സ് അതെ നാളെ ഞാൻ കൊണ്ടുവന്ന പിയേഴ്സിന്റെ ആ വൈറ്റമിൻ സിയുടെ റേഞ്ച് ഇഷ്ടപ്പെട്ടോ? ഉപയോഗിച്ചോ? അത് കോമൺ ബാത്റൂമിലായിരിക്കണേ. അവിടെ കയറി കുളിക്കുമ്പോ അതെടുക്കും. അല്ലാതെ മറ്റേ ഞങ്ങളിരിക്കുന്ന ബാത്റൂമിൽ ഞാൻ ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്നത് ഡെറ്റോൾസ്. ഇപ്പൊ ഉപയോഗിക്കുന്ന ഡെറ്റോൾസ്. അങ്ങനെ ഞാൻ മാറി എടുക്കണം. ഇപ്പൊക്കെ അങ്ങനെ മാറലില്ല. ലൈഫ് ബോയ് കൺസിസ്റ്റന്റ് ഫോർ ഇയേഴ്സ്. എനിക്കതില്ല. ഇല്ല എന്നല്ല, ഈ കാര്യത്തിലില്ല. പല കാര്യത്തിനും ഉണ്ട്, ഈ കാര്യത്തിനില്ല. മാറി സോപ്പൊക്കെ പിന്നെ നമ്മുടെ ഒരു വീക്ക്നെസ് അല്ലേ. ജിയോയിന്നാണോ ഇത്? ജിയോ മാർട്ടാ അല്ലേ? നല്ല ലാഭത്തിന് കിട്ടിയായിരുന്നതാ. മനസ്സിലായി. ഇതിലിടട്ടെ? അല്ല, ഇതിലിടേണ്ട കാര്യമില്ല. കാരണം അപ്പ ഇതൊക്കെ കറക്റ്റ് ആക്കും ഇപ്പൊ തന്നെ. ഓരോന്നായിട്ട് അമ്മ എടുത്തു തുടങ്ങി. ഇതെല്ലാം പിടികിട്ടിയോ? മുളക് പപ്പടം മനസ്സിലായി. അപ്പൊ പണ്ട് ഇടയ്ക്ക് മേടിക്കൂല. പണ്ട് തൃപ്പൂണിത്ത് പെപ്പർ പപ്പടം ഉണ്ടല്ലോ. മുളക് പപ്പടവും പെപ്പർ പപ്പടവും. രോഹിണി ഗുരുവായൂരാണത്. ഇതും ഗുരുവായൂർ പെപ്പർ. നമുക്ക്
ഇത് ചുട്ടെടുക്കണമായിരിക്കും നല്ലത്. മഴയുള്ള ദിവസം നല്ല രസമായിരിക്കും. മഴയില്ലാത്തപ്പോഴും എടുക്കാം. നല്ല കാച്ചിനയിലും നല്ലത് ചുടണ ചുട്ടെടുക്കാം തോന്നുന്നത്. അപ്പൊ നമുക്ക് ചുട്ടെടുക്കാം. അതുകൊണ്ട് അന്നേരം കാണിക്കാം. പിന്നെ ഇതെന്നാന്ന് പിടി കിട്ടിയോ? മനസ്സിലായി. ശർക്കരപ്പൊടിയാണോ? അല്ല, നാച്ചുറൽ സ്പൈസസ്. എന്ത് സ്പൈസ്? അത് എഴുതിയിട്ടൊന്നുമില്ല, അതിന് താഴെ എഴുതിയേക്കണേ. അത് പനങ്കൽക്കണ്ട. അതെന്തിനാന്നറിയോ? കൂവ കുറുക്കുമ്പോ. ഇന്നാള് നീ എന്നോട് പറഞ്ഞതാ. ഇത് എവിടെന്നാ നീ മേടിച്ച്? ഇതെല്ലായിടത്തും ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ലുലുന്നാന്ന് തോന്നുന്നു. അപ്പൊ കൂവ കുറുക്കുമ്പോ അതിനകത്ത് ചേർത്ത് കുറുക്കാനായിട്ടാ. പക്ഷെ ഇത് നമ്മൾ ഇടിച്ചു വെക്കണോ അല്ലെ? പൊടിയാക്കി വെക്കണ്ടേ? വേണ്ടേ? ഇത് എന്നാന്നറിയാമോ? പൂവ് കുറുക്കുമ്പോ ഇതിലേക്ക് രണ്ടോ എത്ര മധുരം ഒരു ദിവസം ഇടുമ്പോ അറിയാൻ പറ്റുക. ഗ്രാനുൾസ് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇളക്കി മെൽറ്റ് ആയിക്കോളുവോ? പിന്നെ കാരണം കൂവ വേഗം കുറുകൂലേ? ഡപ്പയിലിട്ട് വെക്കാം. ഒരു പ്രാവശ്യം ചെയ്യുമ്പോ അറിയാലോ എങ്ങനെയാവും എന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് ചെയ്യാം. ഇന്നാള് നീ എന്നോട് പറഞ്ഞായിരുന്നു. മുളക് പപ്പടം ഒക്കെ സ്മാർട്ട് ബസാറിന്ന്. നമ്മുടെ സെൻട്രൽ സ്ക്വയറിന്റെ അകത്തുള്ള പണ്ടത്തെ ബിഗ് ബസാർ. അതെ അതെ അതെ, സ്മാർട്ട് ബസാർ ആയല്ലോ. അപ്പൊ ഇത്രയാണ് ആ കിറ്റിലുണ്ടായിരുന്നത്. നിങ്ങളൊക്കെ കണ്ടല്ലോ. പിന്നല്ല ഇത്ര സാധനങ്ങൾ. ഇതിലേതാണ്ടൊന്നും കിടപ്പുണ്ട്. ഇതിലൊരു കുപ്പി ഉണ്ട് കേട്ടോ. പിന്നെ കാലിക്കുപ്പി പറ്റിക്കാൻ വെച്ചേക്കണ. എനിക്ക് മനസ്സിലായി. അതെന്നാ പോലും ഞാൻ തന്നെ ഓർക്കണില്ല എന്നാക്കിയാന്ന്. പനീർ ഞാൻ വൈകിട്ട് കഴിക്കണ സാധനം. അത് ഗ്രീൻ പീസ്. കാണിച്ചു തരാം ഒന്ന്. ഗ്രീൻ പീസും പനീറും. അതെ, അത് പോത്തീസിന്നാ മേടിച്ചത്. കഴിഞ്ഞോ സാധനങ്ങളൊക്കെ? അടുത്തത് ഓട്സാ. കെല്ലോഗ്സ്. അതിനകത്ത് അല്ല പൊട്ടിച്ചങ്ങ് ഇട്ടേക്കാൻ വേണമെങ്കിൽ. അല്ല, പഴയതും പുതിയതുമായിട്ട് മിക്സ് ചെയ്യരുത്. അത് ഉപയോഗിച്ച് തീർക്കുക. അതിന് ശേഷം പൊട്ടിച്ച്. അത് ശരി. വേറെ ഡപ്പം ഇല്ലാഞ്ഞിട്ടല്ല, ഉപയോഗിക്കുന്ന അതിൽ തന്നെ ഇടേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. ഇങ്ങനെ വെക്കാം. അതന്നെ ഇരിക്കാൻ മതി. അവിടെ ഇരിക്കടാ. പിന്നെ ഉണ്ടാകാൻ പറ്റില്ല. എന്നാ നമ്മൾ പ്ലേറ്റ് ഇതാ എടുക്കാവുന്നതാണ്. ഇത് മുഴുവൻ ബില്ലാട്ടോ ഇതിനകത്ത്. അതൊക്കെ സിമ്പിൾ സാധനങ്ങളാ. അതൊരു ബോക്സാ. അങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും എനിക്ക് ആവശ്യമായിട്ട് വരും. അത് എനിക്ക് തോന്നണേ മെമ്മറി കാർഡ് ഇടാനും ഒക്കെ ആയിട്ട്. എനിക്ക് തോന്നിയത് എവിടെയാ പനീറിന്റെ വെള്ളം. ഇയർബഡ്സ് അത് അമ്മയ്ക്ക് മേടിച്ചതാ. മോയ്സ്ചറൈസർ. ഇവിടെ ഒരു പോൺസ് ഇല്ല. ഇത് ഫോർ ഡ്രൈ സ്കിന്നാ. പോൺസ് മോയ്സ്ചർ. അമ്മ പറഞ്ഞില്ലേ ഇപ്പൊ ഫേസ് ഡ്രൈ ആവണ്ട. നന്നായി വെള്ളം കുടിക്കണം. പിന്നെ അത് മറക്കരുത്. പിന്നെ ഡ്രൈ ആവണ്ടെങ്കിൽ ഇതങ്ങ് ഉപയോഗിച്ചോ. ഇനിയിപ്പോ ഇതായിട്ട് കുറയ്ക്കണ്ട. അപ്പൊ ഇത്രയാണ് സാധനങ്ങൾ. കഴിഞ്ഞു. സിമ്പിൾ സാധനങ്ങളാ, എന്നാലും ജസ്റ്റ് നിങ്ങളെ ഒന്ന് സന്തോഷത്തിന് വേണ്ടി കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഓക്കെ. പിന്നെ ഓരോ പാചകങ്ങൾ കൂവയൊക്കെ വെച്ചിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. ഒരു പുഡിങ് ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കൂവ പുഡിങ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കലാശ കൊട്ടുവാണേ. അത് കയ്യിൽ വെച്ചോ. അത് അവര് തന്നതാ കൂവയുടെ കൂടെ കാറ്റലോഗ്. നല്ല നീലമാങ്ങിയത്. നീലാണോ അമ്മ? നീല. അപ്പ മൂറിന്ന് മേടിച്ച നീലായിരുന്നു. 3 ഉണ്ടായിരുന്നു. ലാസ്റ്റായത് നന്നായിട്ട് പഴുത്തു. ഇനി ഇരുന്നാലേ നാളത്തേക്ക് ചിലപ്പോൾ പാകക്കേടാവും. മല്ലിക നീ കൊണ്ടുവന്നത് നാളെ ചെത്തിയാലും കുഴപ്പമില്ല. ഇച്ചിരി പഴുപ്പായി. നിലത്തിന് നല്ല മധുര. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും തിന്നുന്നുണ്ട്. നീല ഇവിടെ നിന്ന് മേടിച്ചാ മൂറിന്ന്. ഈ കയ്യിൽ ഇങ്ങനെ കുത്തി വരയ്ക്കരുത് കേട്ടോ. എന്ത്? ഇതേ അപ്പുറത്ത് പേന ടെസ്റ്റ് ചെയ്യണതാ. ഇടത് കൈയാണ്. മാങ്ങ ഇഷ്ടമുള്ളവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ. നിങ്ങൾക്ക് കൊതി വന്നുണ്ടോ കണ്ടിട്ട്? ഞാനാണ് ഓരോന്ന് വയലേക്ക് ഇടുന്നത്. എല്ലാവരും ദേ വേഗം എടുത്തോ. പുറത്തതിൽ കിടപ്പുണ്ടോ?
അപ്പൊ പഴയതിന്റെ ആ ബോക്സിലേക്ക് എല്ലാം ഓർഗനൈസ് ചെയ്യാം. പുതിയ സോപ്പ് ഇതാവുമ്പോ എടുക്കാൻ എളുപ്പം അല്ലേ. വെരി മച്ച് ഓർഗനൈസ്ഡ് പേഴ്സൺ. I find get two free. 125 ഗ്രാം വീതമുള്ള സോപ്പാണ്. അപ്പൊ 7 സോപ്പ്. അമ്മ എന്നെ ഈ നട്ടപ്പാതിരിക്ക് ചെയ്തോണ്ട് നിങ്ങളെ. ഞാൻ ഈ വയറിങ്ങിന്റെ ഇതില് എന്തൊരു സാധനം ഇരിക്കുന്നുണ്ട്, ഈ മാറാമ്പൽ തൂക്കണ കൊണ്ട് വന്ന മാറാമ്പലല്ലാതെ ഈ പല്ലിയായിരുന്നു, പല്ലി കുഞ്ഞ് കയറിപ്പോയായിരുന്നു മച്ചയിലേക്ക്, വേറൊന്നുമല്ല. ഞാനിവിടെ കുറച്ച് ഡാറ്റ ട്രാൻസ്ഫർ വർക്കുകളിലാട്ടോ. അപ്പ അവിടെ നെറ്റ് നോക്കിക്കൊണ്ടിരിക്കണം. സമയം 10:30. ഇന്ന് 20 ജൂൺ 21 വെള്ളി. ഓക്കെ, നീ ഉറങ്ങാൻ പോവാ. പോവാറാവണം പതുക്കെ. അതെ, തുടങ്ങി. അമ്മ എങ്ങനെ അവിടെ നിക്കുമ്പോ അവിടെയുള്ള പല്ലീനെ കണ്ടുപിടിക്കണം. അതില്ലേ സമ്മതിക്കണം. എന്താന്നറിയാമോ, കണ്ണിനെ കുറച്ച് ഇത് വേണം, വീക്ഷണം. ആ കുറച്ചൊക്കെ. ഞാൻ ബസ്സിലും നിനക്കറിയാലോ, കാറിനും മെട്രോയിൽ ഇപ്പോഴല്ലേ കയറി തുടങ്ങി. മെട്രോയിൽ അധികം അങ്ങനെ നോക്കാൻ പറ്റില്ല, ഗ്ലാസ് അല്ലേ. മറ്റേ ട്രെയിനിലും ഒക്കെ പോകുമ്പോൾ ഓരോ സംഗതികൾ കണ്ടേച്ച് പറയാറില്ലേ, അവിടെ ഇന്നത് കണ്ടു, അവിടെ പച്ചക്കറി പന്തൽ കണ്ടു, പടവലം കടുത്തുരുത്തി തൂങ്ങി കിടക്കണം. കോട്ടയം റൂട്ട് പോകുമ്പോൾ വഞ്ചിനാടിന് അല്ലെങ്കിൽ മെമു ഒക്കെ ഉള്ളപ്പോൾ മെമുവിന് പോകുമ്പോൾ ഞാൻ എപ്പോഴും അത് നോക്കും. കടുത്തുരുത്തി ഭാഗമൊക്കെ പാടത്ത് ഒരുപാട് പച്ചക്കറി നടും. അത് നമ്മൾ പോണ പരിസരമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ പിന്നെ പോകുമ്പോ ആ റൂട്ട് മനസ്സിലാവും. അത് ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചേക്കണ പാഠം കേട്ടോ. കേട്ടു. ഓക്കെ.